10 മാസം ഗർഭം ചുമന്ന് കുറച്ച് വേദനയും സഹിച്ച് പ്രസവിക്കണം. അത് നമ്മളെ പുതിയ തലമുറയിലെ പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ പെൺകുട്ടികൾ പ്രസവത്തിന് തന്നെ തയ്യാറില്ല എന്ന് കേൾക്കുന്നു. അതോ ഇനി 1 or 2 ആളുണ്ടെങ്കിൽ അതാണ് പർവ്വതീകരിച്ച് വാർത്ത കൊടുക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ പറയും പെൺകുട്ടിയൊക്കെ പുതിയാപ്പിളാര് വേണ്ടാൻ പറ്റും. എന്നിട്ട് ആരവിടെ കെട്ടിക്കാതെ കുട്ടികൾ ബാക്കിയുണ്ടോ? ഏതോ 1-2 കുട്ടികൾ ഞാൻ കുറച്ച് പഠിച്ചോട്ടെ അതിനിപ്പോ കുറ്റപ്പെടുത്താൻ നിൽക്കണം. നമ്മളെ നാട്ടിൽ കൂടെ 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പിടിച്ച് കെട്ടിച്ചിരുന്ന സമയത്ത് ഇപ്പൊ കുട്ടികളൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് അത്ഭുത വാർത്തയാക്കാണ്. പഠിച്ചോട്ടെ, ഒരു ഡിഗ്രി ഒക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പോരെ. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾ നമുക്ക് ഏറ്റവും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു വല്ലാത്ത അറ്റാച്ച്മെന്റ്. അത് ശരിക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. 10 മാസം ഗർഭം ചുമന്നു. ആ ഗർഭിണിയായ പെണ്ണ് ഇപ്പൊ പ്രസവം അടുക്കണ സമയത്ത് തന്നെ എന്ത് ചെയ്യാണ്? നേരത്തെ തന്നെ ഓപ്പറേഷന് ബുക്ക് ചെയ്യാണ്. പെൺകുട്ടിയെ ഏതിന് തിരഞ്ഞെടുക്കാണ്? സിസേറിയൻ തിരഞ്ഞെടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് പ്രസവത്തിന് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കുറെ സമയം കാത്ത് പ്രസവിക്കണില്ല. അപ്പൊ ഒരു വിശ്വാസയോഗ്യമായ 2 ഡോക്ടർമാർ ചേർന്നിട്ട് പറഞ്ഞു ചെറിയൊരു സിസേറിയൻ ആവശ്യമാകും. ഓക്കെ, അത് വേറെ കാര്യം. ആദ്യം തന്നെ എനിക്ക് പ്രസവം വേണ്ട, എനിക്ക് ഉണ്ടെങ്കിൽ തന്നെ ഏത് മതി? സിസേറിയൻ മതി. അങ്ങനെ ഒരു വിധിക്ക് നിൽക്കരുത്. എന്തുകൊണ്ട്? 10 മാസം ഗർഭം ചുമന്ന് കുറച്ച് വേദന സഹിച്ച പ്രസവിച്ച ആ കുട്ടി ഉമ്മയും തമ്മിലുള്ള അറ്റാച്ച്മെന്റും അത് നേരത്തെ തന്നെ 9ാമത്തെ മാസമായപ്പോഴേക്ക് സിസേറിയനിൽ എടുത്ത കുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചറിഞ്ഞാൽ പഠിച്ചാൽ മനസ്സിലാവും. എന്താ വ്യത്യാസം? ഒന്ന് ഞാൻ നാടൻ പറയാം. എന്താണത്? ഗർഭം ധരിച്ച് കുറച്ച് വേദന സഹിച്ച് പ്രസവിച്ചാൽ ആ കുട്ടിനെ അമ്മ ഇവിടുന്ന് മോളേന്ന് വിളിച്ചാൽ ചുണ്ട് കൂടുമ്പോഴേക്ക് കുട്ടി കാൽക്കലെത്തും. മോനേന്ന് വിളിച്ചാൽ ചുണ്ട് കൂടുന്നതിന് മുമ്പ് കുട്ടി എവിടെ വരും? കുട്ടി കാൽക്കൽ വരും. മറ്റേ കുട്ടി ഉണ്ടല്ല, അതിനെ മോളേന്ന് വിളിച്ചാൽ ഓൾ അവിടുന്ന് ഏന്ന് പറയും. വരണമെങ്കിൽ വേറെ വിളിക്കേണ്ടി വരും. ഈ വ്യത്യാസം ഉണ്ടാവും. ഇല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞത് മെഡിക്കൽ സൈക്കോളജി എടുത്തിരിക്കുന്ന ആളുകളോട് ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി ചോദിച്ചു നോക്കി. അപ്പോൾ അത്ഭുത വിഷയം നമുക്ക് പറയും. ഞാൻ അതിലേക്ക് പോയതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഖുർആൻ ഇതൊക്കെ ശരിക്കും നല്ല പോലെ പരാമർശിക്കണം. അപ്പൊ ആ പരാമർശിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചിരിക്കുന്ന മറിയം റളിയല്ലാഹു അൻഹാ അവരെ പറ്റി പറയണം. സൂറത്തു മറിയം, സൂറത്തു ലുഖ്മാൻ, ഔലിയാക്കളെ പറ്റി ഖുർആൻ, അമ്പിയാക്കളെ പറ്റി ഖുർആൻ, ജീവിതത്തിൽ ചരിത്രം രചിച്ചിരിക്കുന്ന ഒട്ടേറെ മഹാന്മാരെ പറ്റി ഖുർആൻ അനുസ്മരിക്കാൻ അനുസ്മരിക്കാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുവാണ്. വദ്കുർ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യാ. എങ്ങനെയാണ് അനുസ്മരിക്കേണ്ടത്? കുറെ ആളുകളൊക്കെ ഇപ്പൊ ഏത് പാടില്ല എന്ന് പറഞ്ഞ കൂട്ടത്തില അനുസ്മരണം അല്ലേ? അനുസ്മരിച്ചുകൊണ്ട് എന്ത് പാടില്ല? അനുസ്മരണം പാടില്ല അല്ലേ? മൗലിദ് പാടില്ല അല്ലേ? അതുപോലെ തന്നെയുള്ള സംഗതികളൊന്നും പാടില്ല. പാടില്ല എന്ന് പറയുന്ന ആളുകളും അവരുടെ അറിവ് കേടുമായിട്ട് അവരവരെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് ചിന്തിക്കാം. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. ഒന്ന് ഓർക്കണം നിങ്ങൾ, മരണാനന്തര ലോകം അത് നമ്മൾ ഇവിടുന്ന് ആലോചിക്കുന്ന പോലെയല്ല. ഇവിടുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ഇത് ശരീരത്തിന്റെ ലോകാണ്. നമ്മളിപ്പോ താമസിക്കുന്ന ദുനിയാവ് ഏതിന്റെ ലോകാണ്? ശരീരത്തിന്റെ ലോകാണ്. മരണാനന്തരമുള്ള നമ്മുടെ ബർസഖി ലോകം അത് ആത്മാവിന്റെ ലോകമാണ്. ഇതിനെ അതിനോട് തുലനപ്പെടുത്തിക്കൊണ്ട് പോകണ്ട, അവിടെ വ്യത്യാസം പഠിക്കേണ്ടത്. ശരീരത്തിന്റെ ലോകത്ത് നമുക്ക് എന്ത് വേണം? ഇവിടെ നമുക്ക് താമസിക്കാൻ വീട് വേണം അല്ലേ? ഇവിടെ നമുക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, ഇവിടെ നമുക്ക് കുടിക്കാൻ വെള്ളം വേണം, ഇവിടെ നമുക്ക് ശ്വസിക്കാൻ വായു വേണം, ഇവിടെ നമുക്ക് രോഗത്തിന് മരുന്ന് വേണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ സംഭവങ്ങൾ ഇവിടെ വേണം. ഇത് ശരീരത്തിന്റെ ലോകമാണ് അല്ലേ? അതേ സമയത്തോ മരിക്കുന്നതോടുകൂടെ ഏത് ലോകത്തേക്ക് നീങ്ങി? ആത്മാവിന്റെ ലോകത്തേക്ക് നീങ്ങി. ആത്മാവിന്റെ ലോകത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടത്തെ വായുവല്ല, ഇവിടത്തെ വെള്ളമല്ല, ഇവിടത്തെ വെളിച്ചമല്ല, ഇവിടത്തെ ഭക്ഷണമല്ല, ഇവിടത്തെ മരുന്നുമല്ല, ഇവിടുത്തെ ഡോക്ടറും അല്ല. അത് ആത്മാവിന്റെ ലോകമാണ്.
ആത്മാവിൻ്റെ ലോകവും ശരീരത്തിൻ്റെ ലോകവും കൂടി തുലനപ്പെടുത്തി പഠിക്കാതിരിക്കുമെന്നാൾ ഒരു ഉസ്താദ് ദ്വാർന്ന്, അള്ളാഹുവേ വാപ്പാൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ. അപ്പൊ രണ്ട് കുട്ടികൾക്കൊരു സംശയം, ഖബർ വിശാലമായ മൂടുകല്ല് വാപ്പാൻ്റെ മേത്തേക്ക് പോകൂലേ? ശരീരത്തിന്റെ ലോകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് ചിന്തിക്കണത്. ശരി തന്നെയല്ലേ? അല്ലേ? നിങ്ങളും ഇപ്പൊ അതിൽ പെട്ടോ? ശരീരത്തിന്റെ ലോകത്ത് നിന്നുകൊണ്ട് ഇത് വിശാലമാകുമ്പോൾ എന്താകും? ആപ്പാനും പിന്നെ ആ കുട്ടിനെ നമുക്ക് സമ്മതിപ്പിക്കണല്ലോ, അതിന് വേറെ മരുന്നെടുക്കണം അല്ലേ? അപ്പൊ കുട്ടിയോട് വെച്ച്, മോനെ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു കുട്ടി എന്തായിരുന്നു? ബീജമായിരുന്നു. അത് പിന്നെന്തായി? മാംസകഷ്ണമായി, രക്തകഷ്ണമായി, മാംസകഷ്ണമായി. അതിന് പിന്നെ അത് എല്ല് പൊതിഞ്ഞു. 4 മാസമായി, 5 മാസമായി, 6 മാസമായി, 7 മാസമായി. ഉമ്മാന്റെ ഗർഭാശയം എങ്ങനെ വിശാലാകുന്നുണ്ടോ അല്ലേ? നിങ്ങളും ഉണ്ടായിരിക്കുന്നുണ്ടോ അല്ലേ? ഉമ്മാന്റെ ഗർഭാശയം എങ്ങനെ വിശാലമാകുന്നുണ്ടോ അല്ലേ? അല്ലാഹു റബ്ബി, ഗർഭാശയത്തിൽ 2 കുട്ടികളാണ്. ഗർഭാശയം വീണ്ടും വിശാലമാകുന്നുണ്ടോ ഇല്ലേ? 2 കുട്ടികൾക്കും പ്രസവിക്കാനായപ്പോഴേക്ക് എത്ര ഉണ്ട്? 2.5 കിലോ ഉണ്ട്. 2 എത്രയായി? 5 കിലോ കടക്കാൻ മാത്രം. ഈ ഉമ്മാന്റെ ഗർഭാശയം വിശാലമായോ ആയില്ലേ? എന്നിട്ട് ഉമ്മാന്റെ വള്ള പൊട്ടിയോ? എന്നാ അതേമാതിരി ഖബർ വിശാലമായിക്കോട്ടെ, വാപ്പാന്റെ മേത്തേക്ക് പോകൂല. അള്ളാഹു തആല ഖൈർ തരട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ശരീരത്തിന്റെ ലോകവും ആത്മാവിന്റെ ലോകവും വേർതിരിച്ച് മനസ്സിലാക്കാൻ പുതിയ തലമുറ വളർന്നിട്ടില്ല. ഇവർ എക്സ് മുസ്ലിം അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പേരിട്ടുകൊണ്ട് ഒരു വിവരമില്ലാത്ത 4 അക്ഷരം ഇംഗ്ലീഷല്ല മംഗ്ലീഷ് പറയാൻ പഠിച്ചിട്ടുണ്ടാവും. ഐ ആം ഗോയിങ് ടു ദി വരുമ്പത്തിൽ കൂടെ இந்த കാൽ തെറ്റി ഓൺ ദ പാടത്തിലേക്ക് എന്ന് പറയാനേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്ക് തന്നെ ഇവരെ വിചാരമൊക്കെ തികഞ്ഞു എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. മുഅ്മിനീങ്ങളായ ആളുകൾ നമ്മൾ മറ്റുള്ളവർക്ക് മറുപടി പറയണം. നമ്മുടെ ഈമാൻ നമുക്ക് ഉറപ്പിക്കണം. മരണാനന്തര ലോകത്ത് എന്തൊക്കെ നടക്കുന്നു? നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഖലീൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ നബിയുല്ലാഹി ആദം, ഞാൻ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ. എന്ന്? ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്ന് ആദം നബി അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹ ഇണ ചേർന്ന് ആദം നബി അലൈഹി സ്വലാമിന് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി. ആദം നബി അലൈഹി സ്വലാം 1000 മക്കളെ കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ആദം നബി അലൈഹി സ്വലാം വഫാത്തായിട്ട് 1000 ആണ്ടുകൾ കഴിഞ്ഞിട്ട് സ്വഹാബാക്കളോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഞാൻ ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു. കണ്ടപ്പോൾ എങ്ങനെയാണെന്നറിയോ? ആദം നബിനെ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ആദം നബിനെ ഇങ്ങനെ കണ്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാം കഅന്നഹു നഖല, റസൂലുള്ളാഹി തങ്ങൾ ആ ഈത്തപ്പന മരം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആദം നബി ആജാനുബാഹുവായ ഒരു വലിയ മനുഷ്യനാണ്, വലിയ ശരീരമുള്ള വലിയ ആൾ. എന്നിട്ട് റസൂലുള്ളാഹി ഉദാഹരണത്തിന് പറഞ്ഞു കൊടുത്തു. നമ്മൾ നാട്ടിൽ പറയല്ലോ, വലിയ ഉയരം കൂടിയ പീറ്റത്തെങ്ങ് മാതിരി അറിയണം അല്ലേ? നീളം കൂടിയ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്തു പറയും? ഓ, അതാ റസൂലുള്ളാഹി സ്വഹാബാക്കൾക്ക് മനസ്സിലായി. ഞാൻ ആദം നബിയെ കണ്ടു. കണ്ടപ്പോൾ ആദം നബി എങ്ങനെയാണ്? വലിയ മനുഷ്യനാണ്, ഈത്തപ്പനമാരം മാതിരി അങ്ങനെ നീണ്ടുപോയിട്ടുണ്ട്. എവിടെ നിന്ന് കണ്ടു? എങ്ങനെ കണ്ടു? ആത്മാവിന്റെ ലോകത്ത് അത് തമ്മിൽ നടക്കുന്ന ബന്ധങ്ങളുണ്ട്. അത് റൂഹിയായ ബന്ധമാണ്, ആത്മാവിന്റെ ലോകത്തെ ബന്ധമാണ്. അവിടെ കാണും, അവിടെ സംസാരിക്കും, അവിടെ ഒരുമിച്ച് കൂടും, ഒക്കെ നടക്കും. അത് അതിൻ്റെതായ ലോകത്ത് നടക്കുന്നുണ്ട്. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഈസാ നബിയെ ഞാൻ കണ്ടപ്പോൾ എങ്ങനെയാണ്? കുളിമുറിയിൽ നിന്ന് അപ്പടിറങ്ങി വരുന്ന മാതിരി. നമുക്കുണ്ടല്ലോ, രാവിലെ കുളിച്ചിട്ട് നമ്മൾ അങ്ങാടിക്കോ നമ്മൾ വിഷയത്തിക്കോ ജുമാക്ക് പോകാൻ വേണ്ടി നമ്മൾ കുളിച്ചു അല്ലേ? കുളിച്ച് അപ്പം ഡ്രസ്സ് മാറ്റിയിട്ട് ഇറങ്ങിയിട്ട് വരുമ്പോൾ നമ്മളെ ശരീരം, നമ്മളെ മുഖമൊക്കെ കണ്ടാൽ തന്നെ വലിയൊരു തെളിവും വലിയൊരു സന്തോഷം, വലിയൊരു ഉന്മേഷം അല്ലേ? ആ ഉന്മേഷം അസറിന്റെ ശേഷം ഉണ്ടാവൂല. അതാ റസൂലുള്ളാഹി തങ്ങൾ ഈസാ നബിനെ ഞാൻ കണ്ടപ്പോൾ ഇപ്പൊ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നും. അത്ര മട്ടത്തിലാണ് ഞാൻ ഈസാ നബിയെ കണ്ടത്. മുഹമ്മദ് മുസ്തഫ. മരണാനന്തര ലോകം, അവരെ സംബന്ധിച്ചുള്ള സംസാരം, അനുസ്മരണങ്ങളും കാര്യങ്ങളും സ്മാരകങ്ങളും കാര്യങ്ങളും, അതൊക്കെ ഇസ്ലാമിൽ എത്ര പ്രാധാന്യമുള്ളതാണ്, എത്ര ബഹുമാനത്തിൽ നിലനിർത്തിപ്പോയത്. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഞാൻ ഈസാ നബിനെ കണ്ടു. മതിയാക്കിയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു.
റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. എങ്ങനെ കണ്ടപ്പോ? ഇബ്രാഹിം നബി എങ്ങനെയാണെന്ന് അറിയോ? അന അശ്ബഹു മിൻഹു, നിങ്ങൾ എന്നെ കാണുന്നില്ലേ, ഞാൻ ഏകദേശം ഇബ്രാഹിം നബിയെ പോലെ. അന അശ്ബഹു മിൻഹു, ഞാൻ ഇബ്രാഹിം നബിനെ എങ്ങനെ കണ്ടപ്പോ ഞാനും ഇബ്രാഹിം നബി ബാപ്പി മോനുമാണല്ലോ, വല്ലിപ്പി മോനുമാണല്ലോ. അല്ലാഹു റബ്ബി അന അശ്ബഹു മിൻഹു, ഞാൻ ഇബ്രാഹിം നബിയോട് സാമീപ്യമുള്ള തരത്തിലാണ്. ഇങ്ങനെ നബിതങ്ങൾ മരണപ്പെട്ടു പോയ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരെ ആത്മീയ ലോകത്തെ വിശദീകരിച്ചുകൊണ്ട് നബിതങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. അനുസ്മരണം നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവരെ പറ്റി അനുസ്മരിക്കണം, അവരെ ഗുണങ്ങൾ പറഞ്ഞു. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. ഇത് നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെ നോക്കിയാൽ ധാരാളമായി കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഒന്ന് എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് യൂസുഫുൽ ജീലാനി തങ്ങളിലേക്ക് വരാം. അത് എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു 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 പശ്ചാത്തലം, അതിൻ്റെ ഒരു ആധികാരികതയിലേക്ക് വരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും ഒക്കെ ഉള്ള കാലാണ്. അപ്പൊ നമുക്ക് ഉള്ള ഈമാൻ രക്ഷപ്പെടുത്താനെങ്കിലും നമ്മളെ കയ്യിൽ വേണം, അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് മല്ലാക്കാന്റെ മകളെ കല്യാണം അന്വേഷിച്ച് പോയ ചങ്ങായിന്റെ ഒരു ഇതെങ്കിലും നമുക്ക് വേണം. പണ്ട് നമ്മളെ നാട്ടിലൊരു മൊല്ലാക്കണ്ടേ, മൊല്ലാക്കാക്കൊരു മോളുണ്ട്, നല്ല കുട്ടിയാണ്, നല്ല കാഴ്ചക്കും ബാക്കിയുള്ളൊക്കെ ഉഷാറുള്ള കുട്ടിയാണ്. പക്ഷെ മൊല്ലാക്കാക്കൊരു വാശിയുണ്ട്. എന്താണ്? മൊല്ലാക്കാന്റെ കുട്ടിനെ കല്യാണം അന്വേഷിച്ച് വരുന്ന പുതിയാപ്പള കുറച്ച് ഖുർആൻ പഠിച്ച ആളായിരിക്കണം. ആർക്കെ കെട്ടിച്ചു കൊടുക്കുള്ളൂ? ഹാപ്പിനിങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ മൊല്ലാക്കാക്ക. അപ്പൊ ഒരു ചങ്ങായി വന്നു കല്യാണത്തിന് ശേഷം. ഓനോട് ചോദിച്ചു, എന്താ എൻ്റെ പേര്? ചോദിച്ചു. എൻ്റെ പേര് യൂസുഫാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, യൂസുഫ് സൂറത്തൊന്ന് ഓത്, അനക്ക് കെട്ടിച്ചു തരാൻ പറ്റുമോ? കട്ടെ. ഓനക്ക് എന്തൊരു യൂസുഫ് സൂറത്താണ്. ഓനോ എന്ന് തിരിച്ചുപോയി. പിന്നൊരു ചങ്ങായി രണ്ടാമത് അന്വേഷണം വെച്ച് വന്നു. ഓനോട് ചോദിച്ചു, എൻ്റെ പേരെന്താ? വെച്ചു. എൻ്റെ പേര് യൂനുസാണ്. എന്നാ യൂനുസ് സൂറത്തൊന്ന് ഓദിക്കാം. ഓനക്ക് എന്തൊരു യൂനുസ് സൂറത്ത്? ഇവർ രണ്ടാളും മടങ്ങിപ്പോന്ന വിവരം അറിഞ്ഞിട്ടാണ് പിന്നെ മൂന്നാമതൊരു ചങ്ങായി പോണത്. ഓനോട് അവിടെ ചെന്നപ്പോൾ തന്നെ മല്ലാക്ക പറഞ്ഞു, ഖുർആനൊക്കെ കുറച്ച് പഠിച്ച ആൾക്കാർക്കേ ഞാൻ കെട്ടിച്ചു കൊടുക്കുള്ളൂ, കാണിച്ചു കൊടുക്കുള്ളൂ. എൻ്റെ പേരെന്തോ വെച്ചു. എൻ്റെ പേര് യാസീനാണെങ്കിലും വിളിക്കൽ ഗുൽവല്ലാഹുവാണ്. കണ്ടങ്ങൾ തൽക്കാലം പെണ്ണ് കാണാനുള്ള ഒരു ഹിക്മത്തെങ്കിലും എന്താക്കണം നമ്മളെ കയ്യിൽ വേണം. പേര് യാസീനാണെങ്കിലും വിളിക്കൽ ഗുൽവല്ലാഹുവാണ് കാണണം. അപ്പൊ എന്ന മാതിരി നമ്മൾ ഈ പീഡിയക്കൊലയുമ്പോഴും അവിടെ ഇവിടെയും ഒക്കെ എന്താണ് നമ്മളെ ഈമാൻ തെറ്റിക്കാൻ. എവിടെ പണ്ട് മൗലിദ്, എവിടെ പണ്ട് അനുസ്മരണം, എവിടെ പണ്ട് നീർച്ചയച്ചല്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഈമാനിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഫിക്സ്ഡ് എയ്ഡ് ബോക്സ് എങ്കിലും നമ്മളെ കയ്യിൽ വേണം. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഇങ്ങനെ അനുസ്മരിക്കാണ് എല്ലാവരും. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അനുസ്മരിക്കുന്നു ഖുർആൻ, നൂഹ് നബി അലൈഹി സ്വലാമിനെ അനുസ്മരിക്കുന്നു ഖുർആൻ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഖുർആനിൽ നൂഹ് നബിയുടെ അധ്യായം, ഖുർആനിൽ ലൂത്ത് നബിയുടെ അധ്യായം, ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ അധ്യായം, ഖുർആനിൽ മറിയം ബീവിയുടെ അധ്യായം അതേ കോർവ വെച്ചുകൊണ്ടാണ്, അതേ രീതി വെച്ചുകൊണ്ടാണ് നമ്മളെ മൗലിദ് കിതാബ് നോക്കിയാൽ നോക്കൂ നിങ്ങൾ. മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിൽ ഒരു അധ്യായം, റിഫായി ഷേഖ് തങ്ങളുടെ പേരിൽ ഒരു അധ്യായം, അക്കൂട്ടത്തിൽ നഫീസ ബീവിയുടെ പേരിൽ മറ്റൊരു അധ്യായം, അല്ലാഹു റബ്ബി അക്കൂട്ടത്തിൽ ബദരീങ്ങളെ പേരിൽ ഒരു അധ്യായം, അല്ലേ? ബദരീങ്ങളെ പേരിൽ ഒരു മൗലിദ്. അതാ ഖുർആന്റെ തർത്തീബിൽ ഇങ്ങനെ നോക്കിയാൽ മൗലിദ് കിതാബ് അതേ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. മൗലിദ് കിതാബിൽ ഇതൊന്നും പറ്റൂലേ, എന്നാ ഖുർആനിൽ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സൂറത്ത് ഇങ്ങനെ ഓതിയാൽ അതിലുള്ളത് മുഴുവനും എന്താണ്? മറിയം ബീവി ഗർഭിണിയാകുന്നത്, മറിയം ബീവി പ്രസവം എടുക്കുന്നത്, മറിയം ബീവിയുടെ ഗർഭസമയത്ത് ഉണ്ടായ അത്ഭുതങ്ങൾ എത്രത്തോളം പറയുന്നുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ പരിപൂർണ ഗർഭിണിയായി, ഇതാ പ്രസവം അടുക്കുന്നു. വീട്ടുകാരും നാട്ടുകാരും ബന്ധപ്പെട്ടവരും ഒക്കെ അല്ലാഹു റബ്ബി നാട്ടിലൊക്കെ വല്ലാത്ത ചർച്ച. എന്തൊരു പെണ്ണാണ് ആ മറിയം, ഇങ്ങനത്തെ പണിയെടുക്കാൻ പാടുണ്ടോ? ഈ തോന്നിവാസങ്ങൾ, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച മോളല്ലേ അവള്, എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെട്ട സമയത്ത് ഒരു ഗർഭിണിക്ക് എന്ത് വേണം? ഗർഭിണിയെ നമ്മൾ നല്ല പോലെ സംരക്ഷിക്കണം, ഗർഭിണിയോട് നല്ല സ്വഭാവം കാണിക്കണം,
ഗർഭിണിക്ക് നല്ല വസ്ത്രമായി കൊടുക്കണം. ഗർഭകാലത്ത് അഴുക്കായ വസ്ത്രം ധരിക്കരുത്. ഗർഭകാലത്ത് ഇങ്ങനെ ചീഞ്ഞതും പുഴുത്തതും. ഗർഭകാലത്ത് ഒരു പെണ്ണ് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 3 ഡ്രസ്സെങ്കിലും മാറ്റണം. വിയർപ്പൊക്കെ ഇങ്ങനെ ശരീരത്തിൽ അടിഞ്ഞു നിന്നിട്ട് അതേ വസ്ത്രം തന്നെ ധരിച്ചുകൊണ്ടിരിക്കരുത്. ഗർഭിണിയെ നല്ല പോലെ സംരക്ഷിക്കണം. ഗർഭിണിയോട് നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. ഗർഭിണിക്ക് നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം കൊടുക്കണം. ഗർഭിണികളോട് ദേഷ്യപ്പെടരുത്. ഗർഭിണികളുടെ മനസ്സ് പൊറുതികേടാകുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും ആരിൽ നിന്ന് വരരുത്. ഭർത്താവിൽ നിന്നോ അതുപോലത്തെ ആളുകളിൽ നിന്നോ ഒന്നും വരരുത്. ശ്രദ്ധിക്കണം. ഗർഭിണിയുടെ വയറ്റിൽ ഒരു കുട്ടി വളരുന്നുണ്ട്. ഗർഭിണിയും ശ്രദ്ധിക്കണം. അതെന്താ? ഗർഭിണി എപ്പോഴും നല്ല വാക്ക് പറയണം. ഗർഭിണി ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന, കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന, ഈബത്തും മീമത്തും സംസാരിക്കുന്ന. എന്തുകൊണ്ട്? 4 മാസം പൂർത്തിയാകുമ്പോൾ റൂഹ് വരും. റൂഹ് വരുന്നതോടുകൂടെ ശരീരത്തിലെ പാർട്സുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും, അവയവങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് ഭൂമിയിൽ അവസാനം പ്രവർത്തനം നിശ്ചലമാകുന്നത് ഏതാണ്? ആദ്യം തുടങ്ങുന്നതും ഏറ്റവും അവസാനിക്കുന്നതും ഏതാണ്? കേൾവി ശക്തിയാണ്. ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല കുട്ടിക്ക് ഏത് കൊടുക്കും? കേൾവി ശക്തി കൊടുക്കും. കേൾവി ശക്തി കൊടുക്കും. അതാണ് ഉമ്മ ഗർഭകാലത്ത് ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതിയാൽ കുട്ടിക്ക് അത് കേൾക്കാം. ഗർഭകാലത്ത് ഉമ്മ ആയത്തുൽ കുർസി നല്ല പോലെ ഓതണം. ഉമ്മ യാസീൻ നല്ല പോലെ ഓതണം. ഉമ്മ നല്ല വാക്കുകൾ പറയണം. അതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? ഗർഭാശയത്തിലെ കുട്ടി കേൾക്കുന്നുണ്ട്. പ്രസവിച്ച ഉടനെ മറ്റൊരു അവയവവും പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല, പക്ഷെ കേൾവി റെഡിയാണ്. അതുകൊണ്ടാണ് പ്രസവിച്ച ഉടനെ വലത്തെ ചെവിയിൽ അല്ലാഹ്. ഇനി നമ്മൾ മരിക്കാൻ വേണ്ടി കിടക്കാണ്, കാല് അനക്കം ഇല്ല, കാല് അനങ്ങണില്ല, അല്ലേ? ഓർമ്മശക്തിയൊക്കെ പോയി. എന്നാലും അവസാന സമയം നമ്മൾ എന്ത് ചെയ്യണം? ലക്കിനു മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായ ആൾക്ക് നിങ്ങൾ എന്ത് ചൊല്ലിക്കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. അതാണ് ഓർമ്മിക്കണത്. നമ്മൾ കേൾക്കണുണ്ടോ ചെല്ലുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ആവശ്യമില്ലാത്ത ചോദ്യമാണ്. നമ്മളവിടെ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അയൽവാസി വന്ന്, അയാളാണെങ്കിൽ തന്നെ സക്കറാത്ത് കിടക്കാം. അപ്പൊ മരിക്കാൻ സമയത്ത് വന്നുങ്ങാണ്ട് അയാൾ ചോദിച്ചു, കുഞ്ഞൽവി ജിന്ന അറിഞ്ഞിക്കണോ? ഞാൻ എന്നെ എൻ്റെ തന്തനെ അറിയില്ല. മൂപ്പര് സക്കറാത്ത് കിടക്കുമ്പോഴാണ് അറിഞ്ഞിക്കണോന്ന് ചോദിച്ചാൽ നിൽക്കുന്നത്. ആ വക ചോദ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെന്താണ്? കേൾവിയാണ് ആദ്യം തുടങ്ങുന്നത്, കേൾവിയാണ് ഏറ്റവും അവസാനം. അതുകൊണ്ടാണ് ഖുർആൻ പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞ ആയത്തിലൊക്കെ ആദ്യം മുന്തിച്ചത് സംആൻ. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ്. എല്ലാ ആയത്തിലും സംആൻ ആദ്യം പറയാം. അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ കൊടുക്കുന്നുണ്ട്. ഗർഭിണികളോട് അത്രയധികം മര്യാദ കാണിക്കണം. ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിക്കാണ്. എന്താ? മറിയം ബീബി ഒറ്റപ്പെട്ടു പോയോ? മനസ്സിനൊരു പതറൽ വന്നുപോയോ? അപ്പൊ മറിയം ബീബിക്ക് വഹി കിട്ടി. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖലത്തി തുസാഖിത് അലൈകി റുതബൻ ജനിയാ. മറിയമോ, ബേജാറാവണ്ട. നിന്റെ വീടിന്റെ പടിക്കൽ കാണുന്ന ഉണങ്ങിയ ഈത്തപ്പന മരമില്ലേ, ആ ഈത്തപ്പന മരത്തിന്റെ താഴ്ഭാഗത്ത് വെച്ച് ആ തണലിൽ നിന്നോളൂ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ അവിടെ കിട്ടും. വിശക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണം വേണോ? ആ മരം പിടിച്ചൊന്നിങ്ങനെ ഈത്തപ്പന മരത്തെ പിടിച്ചൊന്ന് കുലുക്കിക്കോ. നിനക്കും നിന്റെ കുട്ടിക്കും പോഷകാഹാരം അടങ്ങിയിരിക്കുന്ന നല്ല ഈത്തപ്പഴം ആ മരത്തിൽ നിന്ന് താഴെ വീണുകൊണ്ടേയിരിക്കും. ഭക്ഷണത്തിന് വിഷമിക്കണ്ട, വെള്ളത്തിന് വിഷമിക്കണ്ട, ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട. അല്ലാഹു റബ്ബി. ആധുനിക ഡോക്ടർമാർ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈത്തപ്പന മരം പിടിച്ച് കുലുക്കാൻ പറഞ്ഞു. ആരോട്? മറിയം ബീബിനോട്. ഇതിനെ കുലുക്കാൻ പറഞ്ഞത് അല്ലാഹു തആലക്ക് വെറുതെ പിന്നെ കൊച്ചടിച്ചു കൊടുത്തൂടെ? പിന്നെ എന്തിനെ കുലുക്കാൻ പറഞ്ഞു? ഗർഭിണിക്കൊരു വ്യായാമം നടക്കണം. സുഖപ്രസവം നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വ്യായാമം വേണം. എങ്ങനെയാണ് ഗർഭിണി വ്യായാമം എടുക്കേണ്ടത്? ഗർഭിണിയുടെ വ്യായാമം ഇങ്ങനെ ഈത്തപ്പന മരം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുമ്പം ഏത് ഭാഗത്തേക്കാണ് വ്യായാമം? മുൻഭാഗത്തേക്കാണ്. പ്രസവം എളുപ്പമാകാൻ മുൻഭാഗത്തേക്ക് വ്യായാമം കിട്ടുന്ന പണിയെടുക്കണം ഗർഭിണികൾ. അതുകൊണ്ടാണ് പഴയ ഉമ്മാര് നല്ല ഏത് പറയണം? അമ്മായിമാര് എന്ന് പറയണം. ഞാൻ പിന്നെ അമ്മായിമാന്ന് ഉപയോഗിക്കലില്ല. ഞാൻ ആ പ്രയോഗത്തോടും അത്ര യോജിപ്പുള്ള ആളല്ല. ഒരു മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഓളോട് ചോദിച്ച, മോളെ ഇതാരാ? ഇത് ഉമ്മ. ഇത് അമ്മായിമ്മ. എന്തിനാ കയറ്റം കയറാൻ നിൽക്കണത്? ഇതാരാ മോളെ? ഇത് ഇവിടുത്തെ അമ്മ. ഇത് അവിടുത്തെ അമ്മ. എന്ത് സുഖമുണ്ട് പറയണത് കേൾക്കാൻ തന്നെ.
അല്ലേ? ആ, ഇതിന്നെ കെട്ടിച്ചോടുത്ത അമ്മയാണ്, ഇത് ഇവിടുത്തെ അമ്മയാണ്. ഇതാരാ? ഇത് ഇവിടുത്തെ വാപ്പയാണ്, ഇത് അവിടുത്തെ വാപ്പയാണ്. എന്ത് സുഖമുണ്ട് അത് കേൾക്കാം. അമ്മായിമ്മ കയറ്റം കയറാൻ നിൽക്കണം. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു അൻഹ ആ കുലുക്കാൻ പറഞ്ഞു. മരം ഇങ്ങനെ കുലുക്കി മുൻഭാഗത്തേക്ക് വ്യായാമം. പഴയ അമ്മായിമാരെന്ത് ചെയ്യും? ഗർഭിണിയായ മരുവക്ക് അടിച്ചു തരാൻ വേണ്ടി ചൂല് കൊടുക്കുമ്പം പകുതി മുറിച്ചിട്ടാ കൊടുക്കുക. എന്തിനാണെന്നറിയാം? പകുതി മുറിച്ച് കൊടുക്കണത് നല്ലോണം കുനിഞ്ഞ് അടിച്ച് വൃത്തിയാക്കുക. രാവിലെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയാൽ നല്ല വ്യായാമം കിട്ടും. അപ്പോൾ സുഖപ്രസവം. ഇന്നിപ്പോൾ നമ്മൾ കാലഘട്ടം മാറി. ഇപ്പം എന്താ? ഇളകിയ ആകെ ഇളകുന്നുള്ളടത്താണ് നിൽക്കുന്നത്. അള്ളാഹു നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. എന്ത് നിങ്ങൾ ആമീൻ പറയാൻ ഒരു അന്തം പൊള്ളി. എല്ലാവർക്കും ആഫിയത്ത് തരണേ അള്ളാഹ്. ഓൾക്ക് മാത്രമായപ്പോൾ നിങ്ങളൊരു ബഹീൽ തരം അങ്ങനെ വിചാരിക്കണോ? നമ്മളെ ഭാര്യമാരും ഉമ്മാരും അല്ലേ? അള്ളാഹു നീ ഖൈർ നൽകണേ അള്ളാഹ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏത് കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഉണ്ടല്ലോ, അതിനെന്താ പേര്? വേഴാമ്പൽ. അയ്യോ, കേരളത്തിൻ്റെ ദേശീയ പക്ഷി വേഴാമ്പൽ. വേഴാമ്പലിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് പഠിക്കുക. വേഴാമ്പൽ പക്ഷി ഏകദേശം അതിൻ്റെ ചില രീതികളൊക്കെ മനുഷ്യനോട് സാമീപ്യമുള്ളതാണ്. അത് ദേശീയ പക്ഷി. എന്താ വേഴാമ്പലിൻ്റെ ഒരു പ്രത്യേകത? വേഴാമ്പൽ പക്ഷി ഒരിക്കലും അതിൻ്റെ കുടുംബത്തോട് യോജിക്കുന്നതും കുടുംബത്തോട് ഇണങ്ങുന്നതുമായ തൻ്റെ വർഗത്തിൽപ്പെട്ട സ്വഭാവശുദ്ധിയുള്ള ഒരു ഇണയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. വാട്സപ്പിൽ നിന്ന് കിട്ടിയ പുതിയാപ്പളിനെ ആര് സ്വീകരിക്കൂല? വേഴാമ്പൽ പക്ഷി സ്വീകരിക്കൂല. വാട്സപ്പിൽ നിന്ന് കിട്ടിയ പുതിയ എണ്ണിനെ ആര് സ്വീകരിക്കൂല? വേഴാമ്പൽ സ്വീകരിക്കൂല. നിങ്ങൾ പഠിക്ക്, പക്ഷിശാസ്ത്രത്തിലൊന്ന് നോക്കി വായിച്ചു നോക്കി. ഇനി ഇപ്പൊ നിങ്ങൾക്ക് കയ്യിൽ പിന്നെ ഇതുണ്ടാവുമല്ലോ, മൊബൈൽ ഉണ്ടാവുമല്ലോ, വേഴാമ്പൽ അടിച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയും ഞാൻ പറയണ കാര്യമുണ്ടോ അല്ലേ? വെറുതെ പറയാൻ പറ്റും. വേഴാമ്പൽ എന്ത് ചെയ്യൂല? ഇന്നാളൊരു പെണ്ണും ഒരു പുതിയാപ്പളയും കൂടി പോകുന്നുണ്ട്. പെണ്ണിന് നോക്കുമ്പോൾ 19.5 വയസ്സ്, ഓനിക്ക് 48. രണ്ടാളും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ആ ബെറ്റിലെ കൂടി ഏണി കൊണ്ടോണമായിരുന്നു. അപ്പം ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു നോക്കുമ്പോൾ വാട്സപ്പിൽ നിന്ന് കിട്ടിയത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, വേഴാമ്പൽ പക്ഷി വിവാഹത്തിൻ്റെ സമയമായാൽ എവിടെയൊക്കെ വേഴാമ്പലുകൾ പരിസരത്തുണ്ടോ അവരൊക്കെ ഇടയിൽ പോയിട്ട് ജീവിക്കും. എന്നിട്ട് എന്നോട് യോജിക്കുന്ന സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ ഇതൊക്കെ യോജിക്കുന്ന അങ്ങനെയുള്ളത് കണ്ടെത്തിയിട്ട് കുടുംബം ആ യോജിപ്പും കാര്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെ എന്താവുള്ളൂ? ഇണയെ കണ്ടെത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തത്, ഒരു ഇണയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ഇണയും അതുമായിട്ട് പിരിയൂല. തലാക്ക് ചെല്ലല് പോലെ ലോകത്തില്ല. എന്ന് മാത്രമല്ല, വേഴാമ്പൽ ഗർഭിണിയാകുമ്പോൾ എന്ത് ചെയ്യും? ആൺപക്ഷി ഈ ഗർഭിണിയായ വേഴാമ്പൽ പക്ഷിക്ക് താമസിക്കാൻ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തും. അതിന് പക്ഷി എന്താ ചെയ്യണത്? ഏറ്റവും വണ്ണമുള്ള ഉയരം കൂടിയ മരം, ആ മരത്തിൻ്റെ സാധാരണ ഒരു പാമ്പിനോ അതുപോലത്തെ ജീവികൾക്കോ കയറി ചെല്ലാൻ പറ്റാത്ത അത്ര ഉയരത്തിൽ അതിന് മാളമുണ്ടാക്കും. അവളെ ഗർഭിണിയെ താമസിപ്പിക്കും. സുരക്ഷിതത്വം. അങ്ങനെ താമസിപ്പിച്ചിട്ട് വേഴാമ്പൽ പക്ഷി അതിൻ്റെ ഇതന്വേഷിച്ചു പോകും. എന്തന്വേഷിച്ച്? ജീവിതമാർഗം അന്വേഷിച്ചു പോകും. ഇന്ന് കൊണ്ടുവന്ന പഴം നാളെ കൊണ്ടുവരില്ല, നാളെ കൊണ്ടുവന്ന പഴം മറ്റന്നാൾ കൊണ്ടുവരില്ല. ഓരോ സ്ഥലത്ത് പോയിട്ട് ഗർഭിണിക്ക് വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ പറിച്ച് അത് കൊണ്ടുവന്നുകൊണ്ട് ഗർഭിണിയെ നല്ല പോലെ ഊട്ടും, ഗർഭിണിക്ക് നല്ല ഭക്ഷണം കൊടുക്കും. അങ്ങനെ ആ ഗർഭിണി പ്രസവിക്കുന്നത് വരെ പ്രസവം അടുത്താൽ എന്ത് ചെയ്യും? ഇനി ആ വേഴാമ്പൽ പക്ഷി പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റാതെയായി. പ്രസവം അടുത്തു. അപ്പം എന്ത് ചെയ്യും? ആ താമസിക്കുന്ന ദ്വാരമുണ്ടല്ലോ, ആ ദ്വാരത്തിന്റെ മുകളിൽ അതിൻ്റെ പിന്തുവാരത്തിൽ നിന്ന് വരുന്ന ഒരു സൈസ് ദ്രാവകമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ റബ്ബറിന്റെ ചിരട്ടുണ്ടല്ലോ, ഒട്ടുകാലി, അതുപോലത്തെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ അടക്കും. അത് അതിൻ്റെ ഗർഭാശയത്തിന് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ അടച്ചിട്ട് ഒരു കൊക്ക് മാത്രം കൊള്ളാനുള്ള ഒരു ദ്വാരം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യും? വേഴാമ്പൽ പക്ഷി അന്വേഷിച്ച് പോയി ആഹാരമൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ദ്വാരത്തിൽ കൂടെ മാത്രം ഇങ്ങനെ കൊടുക്കും. ഗർഭിണി എന്തിന്? സുഖമായിട്ട് വിശ്രമിച്ചിട്ട് ഇങ്ങനെ. ആ ഇടയ്ക്ക് വേഴാമ്പൽ പക്ഷി ഒരു ദിവസം ആൺപക്ഷി ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ വേഴാമ്പൽ പക്ഷിയുടെ ആ ദ്വാരത്തിൽ കൂടെ ചുണ്ട് പുറത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കണേ. അപ്പം മനസ്സിലായി പ്രസവം കഴിഞ്ഞിക്കണേ, അതിന് കുട്ടികളായിക്കണേ. അല്ലാഹു റബ്ബി. പിന്നെ ആ കുട്ടികളൊക്കെ കുറച്ച് ഒരത്യാവശ്യ കാര്യങ്ങൾക്കാകുമ്പോഴാണ് ഈ ആൺപക്ഷിയും പെൺപക്ഷിയും ഈ കുട്ടികളെ സംരക്ഷിക്കുന്നത്.
ഇതൊക്കെ വലിയ സംഭവം നമുക്ക് കാണാൻ പറ്റും. അതിൽ വേറൊരു കാര്യത്തിനും കൂടി നമ്മളോട് യോജിപ്പുണ്ട്. എന്താണ്? വേഴാമ്പൽ പക്ഷി എങ്ങാനും ഈ ഇര തേടിപ്പോയി, മറ്റേ പക്ഷി ഇവിടെ എന്താണ് മാളത്തിൽ താമസിക്കാണ്, അല്ലേ? അല്ലാഹു റബ്ബി, നമ്മൾ ആരോ വികൃതി കാണിച്ച ആ വേഴാമ്പൽ പക്ഷിയെ വെടിവെച്ചു കൊന്നു, അതല്ലെങ്കിൽ അത് കരണ്ട് പിടിച്ച് ചത്തുപോയി, അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ പെൺപക്ഷി ആ മാളത്തിൽ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കും. ദിവസങ്ങൾ കരഞ്ഞ് 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 അത് ഇദ്ദയിലിരിക്കുകയാണ്. ആ പക്ഷി ആ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ തൻ്റെ ഭർത്താവിനെ കാണാത്ത വേർപാടിൽ ദുഃഖിച്ച് കരഞ്ഞ് 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 അങ്ങനെ ആ മാളത്തിൽ അത് മരിച്ചു തീരും. ഒരു ഹൃദയബന്ധം, വിവാഹം എന്ന ഹൃദയബന്ധം, ഒരു ഇണ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയബന്ധം. ഭാര്യ ഭർത്താവ് എന്നത് നമ്മുടെ ഒരു ആര്യ ഭാഷയാണ്. ഖുർആനിൽ അതിൻ്റെ ഭാഷ എന്താ? സൗജൈൻ എന്നാണ്. ഇണയും തുണയും. ഇണയും തുണയും. ഒരു പക്ഷിയുടെ 2 ചിറക്, ഒരു വിമാനത്തിൻ്റെ 2 ചിറക്, നമ്മുടെ ഒരു ജോഡി ചെരുപ്പ്, മുന്തിയ 2 ഷൂ വാങ്ങി, ഒന്ന് കാണാനില്ല, ഞങ്ങൾ ഒന്ന് മാത്രം ഇട്ട് പോകുമോ? ഇത് കുറച്ച് മുന്തിയതായതുകൊണ്ട് ഞാൻ ഒന്നിട്ടതാന്ന് പറഞ്ഞു പോകുമോ? ഇല്ല. ഇണ എപ്പോഴും ഇണയാണ്, തുണ എപ്പോഴും തുണയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. ആ ഒരു രീതിയിലാണ്, അതാണ് ആ ഒരു രീതികളൊക്കെ പറഞ്ഞിട്ട് സൂറത്ത് മറിയം ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ വളർച്ച, ഗർഭം, പ്രസവം, പ്രസവാനന്തരമുള്ള കുട്ടികളുടെ ജനനം, ആ കുട്ടിയുടെ വളർച്ച, സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, വഹുസ്സി ഇലൈക ബിജിദ്ഇൻ നഖലത്തി തുസാഖിതു അലൈക റുതബൻ ജനിയ. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ കാലം, വർത്തമാനകാലം, വരാൻ പോകുന്ന കാലം, ഇവിടെയൊക്കെയുള്ള സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ചരിത്രങ്ങളിലേക്ക് പോകണം, നമ്മൾ ഓരോന്നിൻ്റെയും സംഭവങ്ങൾ മനസ്സിലാക്കി പോകണം. ഇവിടെയാണ് ഇനി നമ്മൾ കടക്കേണ്ടത്. ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി തങ്ങളെ പോലെ മഹാന്മാരെടുത്ത് പരിശോധിച്ചോ. യൂസുഫുൽ ജീലാനി എന്ന് പറയും, യൂസുഫുൽ ബുഖാരി എന്നും പറയും. ബഹുമാനപ്പെട്ട യൂസുഫ് കോയ തങ്ങൾ ഉമ്മ വഴിക്ക് പരിശോധിച്ചാൽ ബുഖാരി കുടുംബ പരമ്പരയാണ്, വാപ്പ വഴിക്ക് പരിശോധിച്ചാൽ ജീലാനി കുടുംബ പരമ്പരയാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പറയുന്നിടത്തുണ്ടല്ലോ, അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 2 വഴിക്ക് പരിശോധിച്ചാലും അഹ്ലു ബൈത്താണ്. നമ്മളിപ്പോ ഇത് റിഫായി ശൈഖ് തങ്ങളെ മാസ, തൊട്ട് മുമ്പ് കഴിഞ്ഞത് ഏതാ? മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മാസ. ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചത് മുഹീദ്ദീൻ ശൈഖൊക്കെ നമ്മളെ നാട്ടുകാരാണ്. സത്യമായിട്ട് ഞാൻ വെറുതെ പറയണ്ടല്ല. എന്തുകൊണ്ട്? പഴയ കാലത്തൊക്കെ നമ്മളെ നാടുകളിലൊക്കെ എല്ലാ വീട്ടിലും കോയിനെ വളർത്തും, അല്ലേ? കോയില്ലാത്ത വീടുണ്ടോ? പണ്ട് എല്ലാ വീട്ടിലും കോയിനെ വളർത്തും. ഇന്നത്തെ പോലെ മതിൽ സംവിധാനം ഇല്ലല്ലോ, അല്ലേ? ഇന്ന് നമ്മളെ വീടൊക്കെ എന്താണ്, മതിലൊക്കെ കെട്ടിയിട്ട് ജയില് മാതിരിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ടെന്നല്ല, ഞാനിതിനെ ആക്ഷേപിക്കുമല്ല, നല്ലതാണ്. അപ്പോൾ പിന്നെ ഇന്നൊക്കെ മതിലൊക്കെ, പണ്ടെന്താണ്, പണ്ട് ഒരാൾക്ക് 1 ഏക്കർ സ്ഥലം, മറ്റേക്ക് 2 ഏക്കർ സ്ഥലം, ഇയാൾക്ക് 1 ഏക്കർ സ്ഥലം, ഇതൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്, അല്ലേ? അല്ലാഹു റബ്ബി, ബെൽറ്റ് ഇല്ലാതെ തുണിയെടുത്ത മാതിരി കിടക്കും അത് കാണാൻ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അവിടുത്തെ കോഴി ഇങ്ങോട്ടും വരും, ഇവിടുത്തെ കോഴി അങ്ങോട്ടും വരും. മാത്രമല്ല, പഴയ കാലത്ത് എല്ലാ വീട്ടിലും എല്ലാ സാധനവും ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ഒരു വിധം വീട്ടിൽ നിന്നൊന്നും മറ്റേ വീട്ടിലേക്ക് വായ്പ ചോദിക്കാൻ പോകണില്ല. ഉണ്ടോ? വായ്പ ചോദിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. പണ്ടത്തെ കാലത്ത് ഒരു സൽക്കാരത്തിന് പോകുകയാണെങ്കിൽ ഒരു പെണ്ണ് മറ്റേ പെണ്ണിന്റെ ആഭരണം വാങ്ങി കഴുത്തിലിട്ടിട്ട് പോകും. അത്ര വായ്പ വാങ്ങിയിരുന്നു, അല്ലേ? ഇപ്പം ആരും കൊടുക്കൂല, വാങ്ങൂല. വാങ്ങാത്തത് കൊടുക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട്? അങ്ങോട്ട് കൊടുത്തപ്പോൾ സ്വർണ്ണയിക്കാരം, ഇങ്ങോട്ട് കിട്ടിയപ്പോൾ ഏതായിട്ടുണ്ടാവും? അതന്നെ, നിങ്ങളാ ചിരിച്ചത് തന്നെയാണ് സ്ഥിതി. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പോൾ അന്ന് ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു വിരുന്നുകാർ വീട്ടിൽ വന്ന്, അന്ന് എല്ലാ വീട്ടിലും എല്ലാ സാധനവും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഈ വീട്ടിൽ പിക്കാസ് ഉണ്ടാവും, അപ്പുറത്തെ വീട്ടിൽ കൈക്കോട്ടുണ്ടാവും, അപ്പുറത്തെ വീട്ടിൽ വെട്ടത്തി ഉണ്ടാവും. ഓരോ വീട്ടിലും ഓരോന്നും ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടേക്കൊരു വെട്ടത്തി ആവശ്യമുണ്ടെങ്കിൽ പോലെ അവിടുന്ന് വാങ്ങിക്കൊണ്ടു. മറ്റൊരുത്തർക്ക് പിക്കാസ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആവശ്യം ഉണ്ടാവും. പിക്കാസ്, കൈക്കോട്ട്, വെട്ടത്തി, പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, എന്താ പറയാം? ആ തേങ്ങ പൊളിച്ചിട്ട് എന്താ പറയാ? പാര. അതെല്ലാ വീട്ടിലും ഉണ്ടാവും.
അതിപ്പോഴും പണ്ടും ഒക്കെ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ്. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. നിങ്ങളും വേഗം പറഞ്ഞല്ലേ എൻ്റെ പേര്, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇല്ലാത്ത പേരല്ല. അതിപ്പം മതിൽ കെട്ടിയാലും മതിൽ കെട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ പാര എല്ലാ സംഗതി കാലത്തും ഉള്ളത് തന്നെയാണ്. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങും, ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങും, ഇങ്ങനെ. അപ്പം അന്നത്തെ കാലത്ത് അവിടുത്തെ കോഴി നമ്മൾ രാവിലെ വീട്ടിൽ സുബഹി നിസ്കരിച്ചിട്ട് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു 10-15 കോഴി. ആ കോഴിക്കളെ കൂട്ടത്തിൽ ഒരു കോഴി, നല്ലൊരു പൂവൻ കോഴി. ആ പൂവൻ കോഴിനെ ഇങ്ങനെ കണ്ട എന്താ ഉഷാറ് വരെ. മൂപ്പരിങ്ങനെ നിൽക്കുന്നുണ്ടാൽ ഇങ്ങനെ കാലൊക്കെ ഒരു കുറ്റുറപ്പുള്ള കാല്, നല്ലൊക്കെ അതിൻ്റെ പൂവ്. ആ കോഴി ഇങ്ങനെ 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 ആ മറ്റ് പെടക്കോഴികളും മറ്റ് കോഴിക്കളടിയിൽ കൂടെ ഈ കോഴി ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഒന്നാം ദർസിൽ മുദരിസ് നടക്കണ മാതിരി നല്ലൊരു ഗെറ്റപ്പുള്ള നടത്താം. അത്ര പവറിലാണ്. അപ്പം നമ്മൾ ഉമ്മാനോട് ചോദിച്ചു, ആ കോഴി ഏതാന്ന് ചോദിച്ചു. അത് മൊയ്തീൻ ഷേഖിൻ്റെ കോഴിയാണ്. അപ്പോൾ ഉറപ്പായി മൂപ്പര് അടുത്ത് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ബഗ്ദാദിൽ നിന്ന് കോഴി വരുമോ ഇവിടെ? എൻ്റെ ഒപ്പം ഞങ്ങളെ നാട്ടിൽ ഒരു നിസ്കാരപ്പള്ളിക്കൽ ഇമാമത്ത് വെക്കും. അവിടെയൊക്കെ പരിസരത്തൊക്കെ ഉള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ ഓതാനും ദ്വാരക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ. ഇപ്പൊക്കൊരു വലിയ ഗുണം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും 5-6 ഖത്മ് ഖുർആൻ ഓതി തീർക്കുന്നതോട് ദ്വാരക്കും. ഇപ്പം അങ്ങനെ ദ്വാരുന്നത് കൊണ്ടാണ് ഞങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനായി. അള്ളാഹു മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പടച്ചോനെ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ല. അപ്പോൾ ഇപ്പം രാത്രി പറഞ്ഞു, എനിക്കൊന്ന് ചോറ് വേണ്ട, ഞാൻ അവിടെ മൊയ്തീൻ ഷേഖിൻ്റെ കോയിനർത്ഥത്തിന് അവിടെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഇഷാ നിസ്കരിച്ച് പോയി അവിടെ പോയി 1/2 മണിക്കൂർ കൊണ്ട് തിരിച്ചു വന്നു. അപ്പം നമുക്ക് ഉറപ്പായി ഇവിടെ തന്നെയാണ് മൊയ്തീൻ ഷേഖ്. ചെറുപ്പത്തിലേ ഞങ്ങൾ നോക്കി. പിന്നെ കുറച്ച് വലുതായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ആര് ദ്വയർക്കാണെങ്കിലും വൈലാഹദറത്ത് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. അതിൻ്റെ അടിയിൽ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് കുത്തുബിയത്തുണ്ടായി. ആ കുത്തുബിയത്തിൽ ഓരുണ്ടിങ്ങനെ യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. അപ്പം ഞാൻ കുട്ടിയല്ലേ, ഞാൻ ഉറപ്പിച്ചു ഇവിടെ അടുത്തെങ്ങാണ്ട് വെക്കാരം മൂപ്പര്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കൂക്കിയാർത്ത് വിളിച്ചത്. ഇങ്ങനെ ചെറിയ പ്രായത്തിലെ നമ്മൾ അമ്മിഞ്ഞപ്പാലിലൂടെ കേട്ട് പഠിച്ച ഒരു പേരാണ് ആരത്? മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ. എന്നാൽ മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ എവിടെ? പടച്ചവൻ. ഇന്നത്തെ ഇറാനും ഇറാഖും കൂടി കൂട്ടിമുട്ടുന്ന ഏകദേശം അടുത്ത് നിൽക്കുന്ന ആ ഒരു ഏരിയയാണ് തബരിസ്ഥാൻ ഡിസ്ട്രിക്ട്. തബരിസ്ഥാൻ ഒരു വലിയ പട്ടണമാണ്, ഇന്ന് ഇറാന്റെ ഭാഗമാണ്. തബരിസ്ഥാൻ പട്ടണത്തിലെ ഒരു ജില്ല, ഒരു പഞ്ചായത്താണ് കൈലാൻ. കൈലാൻ പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ഏത്? ജീലാൻ. അപ്പൊ ജീലാൻ ഗ്രാമത്തിൽ, കൈലാൻ പഞ്ചായത്തിൽ, തബരിസ്ഥാൻ ജില്ലയിൽ, അവിടെയാണ് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ. യാ റബ്ബ്.